ഹായ് മൈ ഡിയർ ഓൾ. ഇന്ന് ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണ അറിയോ? അതാണ് ഒരു കുട്ടിപ്പൊടി ഇഡ്ഡലി. നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. മാവെല്ലാം നന്നായി പൊന്തി ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും അതുപോലെ സൂപ്പറായിട്ട് ഫ്ലഫി ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഒരു പ്ലാസ്റ്റിക് കവറിട്ടിട്ട് അതിൻ്റെ അകത്ത് ഈ മാവ് ഒഴിച്ചു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് കുട്ടി ഇഡ്ഡലിയല്ലേ. കുട്ടി ഇഡ്ഡലിയുടെ കുഴികളും കുട്ടി കുട്ടി കുഴികളല്ലേ. ഇതിൻ്റെ അകത്ത് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല. അത് താഴെയൊക്കെ ഒറ്റിപ്പോവും. പിന്നെ അതൊക്കെ സ്പ്രെഡാവും ഇഡ്ഡലികൾ തമ്മിൽ. പിന്നെ അതൊക്കെ പൊട്ടിച്ച് എടുക്കണം. ഒരു ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ കേക്കിനൊക്കെ ഐസിങ് ചെയ്യണത് കണ്ടിട്ടേ അതുപോലെയാണ് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ചെയ്യുക. എൻ്റെ കുട്ടികൾക്കില്ലേ ഇഡ്ഡലി തീരെ ഇഷ്ടമായിരുന്നില്ല കുട്ടിക്കാലത്ത് അവർക്ക്. അപ്പോൾ അന്ന് എന്തെങ്കിലും ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയാൽ പറയും, അമ്മ ഈ ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കുള്ളൂ വീട്ടിൽ എന്നും പറയും. ആകെ മാസത്തിൽ 2 ദിവസമൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഇഡ്ഡലി. എന്നാലും അവർ പറയും അമ്മയ്ക്കിത് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇത് കഴിപ്പിക്കാൻ വേണ്ടി പല രീതിയിലും ഞാൻ ഇഡ്ഡലിയെ പല ഫോമിലും ആക്കി ഉണ്ടാക്കും ഇഡ്ഡലി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും. ഈ കുട്ടി ഇഡ്ഡലി തന്നെ പല രീതിയിലും ഉണ്ടാക്കും കേട്ടോ. മാവിൽ പലതും ആഡ് ചെയ്തിട്ടുണ്ടാക്കും. പിന്നെ അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനെ വേറെ രീതിയിലൊക്കെ ആക്കും. അപ്പോൾ ഇന്ന് ഈ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ അതിന് തേങ്ങാ ചട്നിയാണ് അരയ്ക്കുന്നത്. സാധാരണ നാളികേരവും പച്ചമുളകും ഇഞ്ചിയും ഉപ്പും ചേർത്ത് അരച്ച് കടുക് വറുത്തിട്ടു. കടുകും ഉഴുന്നുപരിപ്പും കപ്പൽമുളകും കറുവേപ്പിലയും കൂടിയിട്ട് വറുത്ത് അതിൻ്റെ മേലെ ഇട്ടു. അപ്പോൾ അങ്ങനെ ചട്നി റെഡിയായി. അപ്പോൾ ഇഡ്ഡലി വെന്തിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങി വെച്ചു. 2 ട്രിപ്പ് ഇഡ്ഡലി ഉണ്ടാക്കി ഞാൻ. പിന്നെ ഞാനിന്ന് എന്താ ഉണ്ടാക്കാൻ പോകണു പറഞ്ഞത്, കുട്ടി പൊടി ഇഡ്ഡലി. അപ്പോൾ പൊടി ഇഡ്ഡലിക്കുള്ള വഹ തയ്യാറാക്കട്ടെ കേട്ടോ. അപ്പോൾ അതിന് ആദ്യം വറുത്തിടാനായിട്ട് പാനിൽ ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൽ 1 സ്പൂണ് കടുക്, 1 സ്പൂണ് എള്ള്, 1 സ്പൂണ് ഉഴുന്ന് പരിപ്പ്, 1 സ്പൂണ് കടലപ്പരിപ്പ്, 1 സ്പൂൺ അണ്ടിപ്പരിപ്പ്, പിന്നെ വറ്റൽ മുളക് ഒരു 2-3 എണ്ണം, കറുവേപ്പില ഒരു കൊത്ത്. ഇത്രയും ആ എണ്ണയിലിട്ട് നമ്മൾ വറുത്തെടുക്കുക. നല്ലപോലെ വറുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഇഡ്ഡലി ഉണ്ടല്ലോ അതിനെ അങ്ങോട്ട് കൊട്ടുക. ചേരുവകളെല്ലാം കൂടി അങ്ങോട്ട് നെയ്യിൽ വറക്കുമ്പോഴുള്ള ഒരു സുഗന്ധം ഉണ്ടല്ലോ, വീട് മുഴുവൻ പരന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടി പൊടി ഇഡ്ഡലിയാണ്. അപ്പോൾ പൊടി വേണ്ടേ, ഒരു 3 ടേബിൾ സ്പൂണ് പൊടി എടുത്തിട്ട് ഇഡ്ഡലിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മേലെ കൊട്ടി ഓരോ ഇഡ്ഡലിയും ആ പൊടിയിൽ പുരണ്ട് വരണം. വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതലിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിപ്പൊടി ഇഡ്ഡലിയും റെഡി. ഒരു 12 ഇഡ്ഡലി ഉണ്ടാക്കണ മാവ് കൊണ്ട് ഒരു 120 ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് നമ്മുടെ. ഇതുപോലെയൊക്കെ ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ, ഏത് ഇഷ്ടമില്ല എന്ന് പറയുന്ന കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വയറ് നിറച്ച് കഴിച്ചോളും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. അപ്പോൾ നമുക്കിനി പോയി ഇഡ്ഡലി കഴിക്കാം. നിങ്ങളെല്ലാവരും വരൂ ഇഡ്ഡലി കഴിക്കാനായിട്ട്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ.